ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ അതിപുരാതനവും സുപ്രസിദ്ധവും ഭക്തർക്ക് അഭയകേന്ദ്രവും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നതുമായ ചക്കുളത്തുകാവ് ക്ഷേത്രത്തെ ചില ആചാരങ്ങളെപ്പറ്റി പറയുവാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചക്കുളത്ത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലം മുതൽ പേരും പെരുമയും ആർജിച്ച ആലപ്പുഴ തലവടിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐശ്വര്യദേവതയാൽ കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ട ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ഇരുവശവുമായിട്ടാണ് പുണ്യതീർത്ഥങ്ങളായ പമ്പയും മണിമലയാറും ഒഴുകുന്നത്. നാടിനാകെ ഐശ്വര്യം നൽകിക്കൊണ്ട് ആദിപരാശക്തിയായും വനദുർഗയും അഭയവരദായിനിയുമായിട്ടാണ് ചക്കുളത്തമ്മ ഇവിടെ വാഴുന്നത്. ചക്കുളത്തമ്മയുടെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. അതായത് വനദുർഗയായിട്ടാണ് കണക്കാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ തന്നെ വിളിപ്പുറത്ത് അമ്മയാണ് ദേവി. സർവ്വമത തീർത്ഥാടകർക്കും ഇവിടെ ദർശനം നടത്താം. തീരാദുഃഖങ്ങളിൽ നിന്നുമൊക്കെ അറുതി വരുത്തുവാൻ ഇവിടെ അമ്മയ്ക്ക് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് ജാതകത്തിൽ ചൊവ്വാദോഷം മൂലം കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ ചൊവ്വയുടെ 5-ലെ സ്ഥിതി, അതായത് ലഗ്നാൽ 5-ലെ സ്ഥിതി സന്താന ഭാഗ്യത്തിന് തടസ്സം വരുത്തുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കും ചൊവ്വ യുഗ്മരാശിയിലാണ് ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ദേവീ ഭജനമാണ് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ചക്കുളത്തമ്മയുടെ പ്രാർത്ഥന ഏറ്റവും ഫലപ്രാപ്തിയിലെത്തും. ഇവിടെ വന്ന് വ്രതമെടുത്ത് ദർശനം നടത്തിയാൽ എത്ര കടുത്ത ദുരിതവും ഒഴിഞ്ഞു പോകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് ചൊവ്വ ലഗ്നാൽ 7-ലും 8-ലുമൊക്കെ ചൊവ്വാദോഷമായിട്ട് കാണുമ്പോൾ ദേവീ ഭജനം വേണമെന്നർത്ഥം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അനുയോജ്യമായ ജാതകം തന്നെ ദേവി നമ്മുടെ അടുത്ത് എത്തിക്കുമെന്ന് വേണം വിശ്വസിക്കാൻ. ഏതാപത്തിൽ നിന്നും അമ്മയുടെ അദൃശ്യകരങ്ങൾ ഭക്തർക്കൊപ്പം ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ മറ്റൊരു പ്രധാന പ്രാർത്ഥന വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയാണ്. അതായത് തീരാദുഃഖങ്ങൾക്കൊക്കെ അറുതി വരുത്തുവാനായിട്ടാണ് ഭക്തജനങ്ങൾ ഇങ്ങനെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. എല്ലാ മലയാള മാസവും ആദ്യ വെള്ളിയാഴ്ച ദേവി പുറത്തേക്ക് എഴുന്നള്ളിക്കും. അപ്പോൾ ഈ നടപ്പന്തലിൽ ഭദ്രദീപം കൊളുത്തി വെച്ച് അമ്മയെ പീഠത്തിൽ പ്രതിഷ്ഠിക്കും. ഭക്തജനങ്ങൾ കൂട്ടമായി നിന്ന് ഒന്നിച്ച് നിത്യപ്രാർത്ഥന ഉച്ചത്തിൽ ചൊല്ലുന്നു. പ്രധാനമായും മദ്യപാനത്തിൽ നിന്ന് മോചനം നേടാൻ ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ളൊരു വിളിച്ചു ചൊല്ലി പ്രാർത്ഥന. മദ്യപാനം നിർത്തിയ ഒരുപാട് പേർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മംഗല്യം, സന്താനലബ്ധി, വിദ്യ, ഉദ്യോഗം എന്നിവയ്ക്കുമൊക്കെ, അതുപോലെ മറ്റ് ചില തീരാവ്യാധികളാൽ ദുഃഖിക്കുന്നവർക്കും അവരുടെ തീരാദുഃഖങ്ങളൊക്കെ മാറ്റുവാനും അതുപോലെ ചില ബാധ ഉപദ്രവങ്ങളൊക്കെ മാറിപ്പോകുവാനുമൊക്കെ ഈ ഒരു പ്രാർത്ഥന വളരെ നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനും അതുവഴി സന്തോഷം, ഐശ്വര്യം, സമൃദ്ധി എന്നിവ ഉണ്ടാകുന്നതിനും ആയുരാരോഗ്യത്തിനും ആഗ്രഹ നിവൃത്തിക്കുമെല്ലാം ഈ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന ഫലം നൽകുമെന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് ചുറ്റുമതിലിന് പുറത്തുകൂടി അമ്മയെ എഴുന്നള്ളിക്കും. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് അമ്മയോടൊപ്പം തന്നെ വലം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരാശക്തിയുടെ ചൈതന്യം തങ്ങൾക്കൊപ്പം വീട്ടിലേക്ക് എഴുന്നള്ളുമെന്നാണ് ഈ ചടങ്ങിൻ്റെ ഒരു സങ്കല്പമായിട്ട് പറയേണ്ടത്. ഇതിന് ശേഷമാണ് ഉച്ചപൂജ നടത്തുന്നത്. ക്ഷേത്രത്തിൽ നിന്നും എല്ലാ വെള്ളിയാഴ്ചയും ഒഴിഞ്ഞു മാറ്റൽ ചടങ്ങ് നടത്താറുണ്ട്. അതായത് ദൃഷ്ടിദോഷവും ബാധാദോഷവും ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുമെന്നാണ് ഭക്തർ വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ രോഗങ്ങളുമൊക്കെ ഇങ്ങനെ നീക്കം ചെയ്യാമെന്ന് തന്നെ പറയുന്നു. ക്ഷേത്രങ്ങളിലെ ഔഷധജലം സർവ്വരോഗങ്ങൾക്കും ശാന്തിയേകുമത്രേ. ദേവിയെ അഭിഷേകം ചെയ്ത ശേഷം പുറത്തേക്ക് കൊടുക്കുന്ന ആടിയ എണ്ണ എല്ലാവിധ ത്വക്ക് രോഗങ്ങൾക്കും ഉത്തമമാണ്. ധനു 1-ാം തീയതി മുതൽ ഇവിടെ 12 ദിവസം 12 നോയമ്പ് മഹോത്സവം നടത്തുന്നു. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, പ്രായപരിധി ഇല്ലാതെ തന്നെ ജാതിപതഭേദമില്ലാതെ ഈ വ്രതം അനുഷ്ഠിച്ചു വരുന്നു. ധനു 1-ാം തീയതി മാലയിട്ട് വ്രതം തുടങ്ങും. 12 നോയമ്പ് കാലത്ത് ഭക്തജനങ്ങൾ 2 നേരം കുളിച്ച് വീട്ടിൽ വിളക്ക് വെച്ച് വേണമെങ്കിലും അമ്മയെ പ്രാർത്ഥിക്കാം. മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കണം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം. അതുപോലെ വ്രതമെടുക്കാൻ ആകുമ്പോൾ തന്നെ പഴകിയ ഭക്ഷണങ്ങളും പുളിച്ചതുമായിട്ടുള്ള ആഹാരപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ മുടി വെട്ടുക, നഖം വെട്ടുക എന്നിങ്ങനെ ഒന്നും പാടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അതുപോലെ വാക്കിലുമൊക്കെ ഒരു അഹിംസാഭാവം ഉണ്ടായിരിക്കണം. അതായത് മനോശുദ്ധിയും ശരീരശുദ്ധിയും കളങ്കമില്ലാത്ത ഭക്തിയും ഇതിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. ദാനങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ഈ വക സമയത്ത്. അതുപോലെ 12 നോമ്പ് കാലത്ത് ക്ഷേത്ര ദർശനവും പുരാണ പാരായണവും നല്ലതാണ്.
പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ ഈ 12 ദിവസത്തിൽ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ ദേവിയെ വന്ന് കാണുന്നതും ദർശനം നടത്തുന്നതും നന്നായിരിക്കും. സന്നിധിയിൽ ഭജനം ഇരിക്കുന്നവരും ഇരുമുടിക്കെട്ട് സമർപ്പിക്കുന്നവരുമൊക്കെ ധാരാളമായിട്ടുണ്ട്. 12 നോമ്പിൻ്റെ ഏറ്റവും പ്രധാന ദിവസം 11-ാം ദിവസമാണ്. അന്നാണ് പ്രസിദ്ധമായ കലശാഭിഷേകം വഴിപാടായിട്ട് നടത്തുന്നത്. ഈ സമയത്ത് ഭജനമിരിക്കാൻ കഴിയാത്തവർ ഇവിടെ വന്ന് ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ അമ്മയെ തൊഴുത് വഴിപാട് നടത്തുന്നത് നന്നായിരിക്കും. അവിടെ വെള്ളിയാഴ്ചകളിൽ ഉദ്ദിഷ്ടകാര്യത്തിന് അവിടെ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥന പ്രത്യേകമുണ്ട്. വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. ആഹാര രീതിയിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ഈ വ്രതത്തിന് ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം തന്നെ വ്രതം അനുഷ്ഠിക്കുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകുന്നതിന് ഏറ്റവും അനുകൂലമാണ്. ആഹാരം ഒരു നേരം ഉണക്കലരി വേവിച്ചും ഉപ്പുമുളകും കൂട്ടി വേണം കഴിക്കുവാൻ. രാവിലെയും വൈകിട്ടും മറ്റെന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. ചൊവ്വ ജാതകത്തിൽ യുഗ്മരാശി സ്ഥിതനായ ജാതകത്തിൽ അനിഷ്ടപ്രദനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ചക്കുളത്തമ്മയെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ചൊവ്വാദോഷം എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ 7-ലും 8-ലും ഉള്ള ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ചുള്ള ജാതകം വേണം നമുക്ക് തിരഞ്ഞെടുക്കുവാൻ. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് അനുയോജ്യമായ ജാതകം വന്ന് വിവാഹത്തിൻ്റെ ആ കാലതാമസം ഒഴിവായി കിട്ടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വിവാഹം, അതുപോലെ തന്നെ അഷ്ടമത്തിലെ ചൊവ്വയുടെ സ്ഥിതി ചില ജാതകങ്ങളിൽ ആയുസ്സിന് തന്നെ ഒരു ഹാനി ഉണ്ടാക്കുവാൻ പ്രാപ്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചൊവ്വ ദോഷമില്ലാതെ വരുവാനായിട്ട് ചക്കുളത്തമ്മയെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ജാതകം വിശദമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇങ്ങനെയൊക്കെയുള്ളൊരു ആരാധന നടത്തിയാൽ വളരെ നന്നായിരിക്കും. എല്ലാ ചൊവ്വയും ഒന്നും ദോഷകാരികളല്ല. ചില ലഗ്നങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ദോഷം അനുഭവിക്കേണ്ടതായിട്ടുള്ളൂ. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ചൊവ്വ എത്രയായാലും ഒരു നിസർഗ പാപനാണ്. അങ്ങനെയുള്ള ചൊവ്വയാണെന്ന് കണ്ടാൽ അതിന് പറ്റിയ ആരാധന നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ചക്കുളത്തമ്മയെ ഭജിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അവിടെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം അവിടെ പൊങ്കാല മഹോത്സവം നടക്കുന്നുണ്ട്. പാലാഴി മദനത്തിൽ സർവൈശ്വര്യങ്ങളുമായിട്ട് മഹാലക്ഷ്മി ഉത്ഭവിച്ചത് കാർത്തിക ദിവസം ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ദിവസം ദേവിയെ ധ്യാനിച്ച് വ്രതമെടുത്ത് പൊങ്കാലയിടുന്നത് ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. ധനസമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഇങ്ങനെ വളരെ ഗുണകരമാണ് ഈ ഒരു പൊങ്കാലയിൽ പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹം നേടുക എന്നുള്ളത്. മുൻജന്മ സംബന്ധമായ ദോഷങ്ങൾ പോലും മാറ്റി ഐശ്വര്യം നൽകാനാണ് ഇവിടെ ഇങ്ങനെയുള്ളൊരു ആരാധന നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നാരങ്ങ വിളക്കും നെയ്വിളക്കും ആലിലവിളക്കുമൊക്കെ കത്തിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ചൊവ്വാദോഷം പോലെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരമാകുകയും ചെയ്യും. സർവർക്കും ചക്കുളത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.